സ്വന്തം ഭർത്താവിന്റെ ഉമ്മ മകന്റെ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം. എന്റെ വീട്ടിലുള്ള എന്റെ മകന്റെ ഭാര്യ എന്റെ മകളാണെന്ന് കരുതണം. സ്വന്തം മകൾക്ക് വല്ല കുറ്റവും കുറവും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയുമോ? ഇതുപോലെ സ്വന്തം മകന്റെ ഭാര്യയുടെ കുറ്റവും കുറവും ഒരാളോടും പറയരുത്. വല്ല തകരാറുമുണ്ടെങ്കിൽ സ്വന്തം മക്കളെ ഉപദേശിക്കും പോലെ ഉപദേശിക്കണം. സ്വന്തം മകൻ ആ ഭാര്യയോട് കത്തിക്കയറുമ്പോ, മോനെ പറ്റൂല, ഇത് നിന്റെ ഭാര്യയല്ല എന്റെ മോളാണ്, നിന്റെ ഭാര്യയാന്ന് വിചാരിച്ച് തോന്നിയാസം പറയാൻ ഞാൻ വിടൂല, നിന്റെ ഭാര്യയാന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ അനുവദിക്കൂല, ഇതെന്റെ മകളാണ്, എന്റെ മകളാണെന്ന് പറയണം. ഉമ്മമാരെ, നിങ്ങളുടെ മകന്റെ ഭാര്യയെ സംബന്ധിച്ച് നിന്റെ ഭാര്യ എന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. ഒരാൺകുട്ടിയോട് നിങ്ങൾ ഉപയോഗിക്കരുത്. നിന്റെ ഭാര്യ എന്ന് ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളുടെ സ്വന്തം ആൺമക്കളും നിങ്ങളും തമ്മിൽ അകന്നു പോകും. ഉമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആൺമക്കളുടെ സന്തോഷം വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആൺമക്കളുടെ ബഹുമാനം വേണ്ടേ? നിങ്ങൾ അതാ രോഗമായി കിടക്കുമ്പോ എന്റെ ഉമ്മ എന്ന നിലക്ക് മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ നിങ്ങളോട് ഞാൻ വസിയത്തായി പറയുന്നു, ഉമ്മമാരെ, നിങ്ങളെ സ്വന്തം പെൺകുട്ടികളെ സ്നേഹിക്കും പോലെ നിങ്ങളുടെ ആൺമക്കളെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണേ. ഇത് നിങ്ങളെ ഗുണത്തിൽ പറഞ്ഞതാണ് ഉമ്മമാരെ. ഇനി ഒന്നുകൂടി പറയുന്നു, പടച്ചവന്റെ അടുക്കൽ നമ്മളെ കടപ്പാടും അത് തന്നെയാണ്. ആദ്യം പറഞ്ഞത് നിങ്ങളെ ഭാവിയുടെ ഗുണമാണ്. രണ്ടാമത് പറയുന്നു, അതേ ഭർത്താവായ നിന്റെ മകൻ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നീയും ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ആ പാവപ്പെട്ട പെൺകുട്ടി, മറ്റൊരു കുടുംബത്തിൽ ജീവിച്ച പെൺകുട്ടി നിന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി വരുമ്പോ, ഇന്നലെ വരെ സ്വന്തം ബാപ്പന്റെ കൂടെ, സ്വന്തം ഉമ്മന്റെ കൂടെ, സ്വന്തം ജ്യേഷ്ഠത്തിയുടെ അനുജത്തിയുടെ ആങ്ങളമാരെ കൂടെ ജീവിച്ചൊരു പാവപ്പെട്ട പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ആശങ്കകൾ എത്രയാണ്, ബേജാറെത്രയാണ്. ആ പെൺകുട്ടിക്ക് നിങ്ങൾ സമാധാനം കൊടുക്കണേ ഉമ്മമാരെ. നിങ്ങൾ ആ പെൺകുട്ടിയോട് പറയണം, മോളെ, എന്റെ ഒരു മോളാണ് നീ, ഒന്നും പേടിക്കണ്ട. എന്റെ മകൻ വല്ല ദുസ്വഭാവവും നിന്നോട് കാണിച്ചാൽ നീ എന്നോട് പറയണം, ഞാനത് പരിഹരിച്ചു തരും. എനിക്കറിയാം അവനെ നിലക്ക് നിർത്താൻ ഞാനല്ലേ അവനെ പെറ്റുപോറ്റിയത്. അതുകൊണ്ട് നീ എന്റെ മകന്റെ അടുക്കൽ എന്ത് കുറ്റം കണ്ടാലും നീ ആരോടും പറയരുതേ മോളെ, എന്നോട് പറയണം, ഞാനത് പരിഹരിച്ചു തരും. നീ എന്റെ മകളാണ് എന്നൊരു നല്ല വാക്ക് ഉമ്മമാരെ നിങ്ങൾ ആ പെൺകുട്ടികളോട് പറഞ്ഞാൽ അന്ന് മുതൽക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തൊരു റാഹത്താണ്, എന്തൊരു സന്തോഷമാണ്, നിങ്ങളോട് എന്തൊരു സ്നേഹമാണ്. അത് പിടിച്ചു പറ്റാൻ കഴിയണേ ഉമ്മമാരെ. ഇതുപോലെ ഞാൻ പറയുന്നു, അതെ, എന്റെ മകൾ വിവാഹം കഴിച്ചു. കഴിക്കുന്നതിനു മുമ്പ് പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. കാണൽ എനിക്ക് ഹറാമായതുകൊണ്ട് കണ്ടിട്ടില്ല. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോകല് സുന്നത്തുണ്ട്. പക്ഷേ അത് വിവാഹം കഴിക്കുന്ന വ്യക്തിക്കാണ്, ബാപ്പക്ക് സുന്നത്തില്ല. അതേ, ജ്യേഷ്ഠൻ അനുജന് സുന്നത്തില്ല എന്നല്ല, അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൽ മനഃപൂർവ്വം ഹറാമാണ്. അതുകൊണ്ട് എന്റെ മകൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഞാൻ പോയി നോക്കുന്നത് ഹറാമാണ്. മസാല മുസ്ലിയാമാര് പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾ വളരെ തിരക്ക് പിടിച്ചു പോയി ഇരുന്ന് വേദ കേട്ടിരുന്നു. പേരോട് അബ്ദുറഹ്മാൻ വന്നപ്പോ ഞങ്ങൾ വിവാഹം എന്ന വിഷയം തന്നെ കൊടുത്തിരുന്നു. എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ വെച്ച് പറയണ്ട. അതുകൊണ്ട് തുറന്ന് പറയുന്നു, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ
വിവാഹം കഴിക്കുന്ന ചെറുക്കൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവന് ഭാര്യയാകാൻ പോകുന്നല്ലേ സ്വീകരിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ സുന്നത്തുണ്ട്, പെണ്ണ് കാണൽ സുന്നത്തുണ്ട്. പക്ഷേ മുഖവും മുക്കയും മാത്രം നോക്കാനാണ് ഓർഡർ. അവിടെ മാത്രമേ നോക്കാവൂ, അതിലപ്പുറം നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, കൈപിടിച്ച് മോതിരമിടിച്ചു കൊടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. മുഖം നോക്കാം, കൈ നോക്കാം. അവന്റെ കൂടെ അവന്റെ പെങ്ങന്മാർക്ക് അല്ലെങ്കിൽ അവന്റെ ഉമ്മാക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് നോക്കുന്നതിനൊരു വിരോധവുമില്ല. പക്ഷേ അവരൊക്കെ ഈ വരൻ നോക്കുന്നതിന് മുമ്പ് നോക്കലാ നല്ലത്. ഇവിടെ അല്ലെങ്കിൽ ആദ്യം പുയ്യാപ്പിള നോക്കിയിട്ട് പിന്നുമാരെ പറഞ്ഞേക്കലാ, റോങ്ങാണ്, അത് റോങ്ങാണ്. അതെന്താ റോങ്ങാന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. പുതിയാപ്പിള പോയി നോക്കി, അവൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ എനിക്ക് വിവാഹം കേൾക്കുന്ന എന്റെ മനസ്സിലാഗ്രഹിച്ചു. ആ പെൺകുട്ടിക്ക് ഇവനെയും ഇഷ്ടപ്പെട്ടു, അവളും ആഗ്രഹിച്ചു, ഇവനെ എനിക്ക് വരണമായിട്ടുള്ളൂ ആഗ്രഹിച്ചു. പിറ്റേന്ന് ഉമ്മയും പെങ്ങളും പോയി, അവർക്ക് പിടിച്ചില്ല. ഇവര് മടങ്ങി വന്നിട്ട് ഏയ് നിനക്കത് വേണ്ടട്ടോന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരന് ടെൻഷനായില്ലേ, ആ പെൺകുട്ടിക്ക് ടെൻഷനായില്ലേ. ഈ ടെൻഷൻ എന്തിന് നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങി? അതിനേക്കാൾ എത്ര സുഖമുണ്ട്. ഉമ്മയും പെങ്ങന്മാരൊക്കെ ചെന്ന് നോക്കി ഇഷ്ടപ്പെട്ടു, ഞങ്ങളെ വാക്കാൻ സാങ്ഷനായി. ഇനി നീ പോയി നോക്കി, എനിക്ക് പറ്റുമോ നോക്ക്, കെട്ടുന്നത് നീയാണോ, നീ പോയി നോക്ക്. പിറ്റേന്ന് ഇവൻ പോയി നോക്കി, അവനും സാങ്ഷനായി. ഓക്കെ, ഇല്ല ഇവന് സാങ്ഷൻ ആയില്ല. മടങ്ങിങ്ങ് പോന്നാല് ഒരു പ്രശ്നമില്ല. കാരണം ഈ ഉമ്മ വണ്ടി തന്നെ ഇവളെ കെട്ടാൻ വിചാരിച്ചില്ലല്ലോ, അവർക്ക് ടെൻഷൻ ആവൂലല്ലോ, പെങ്ങന്മാർക്ക് ടെൻഷൻ ആവൂലല്ലോ. അതുകൊണ്ട് അത് പഠിച്ചു